എന്നല്ല, മറിച്ച് എന്തുകൊണ്ടാണ് വിശക്കുന്നതെന്നും അത് മറികടക്കാനുള്ള വഴി എന്തെന്നും പുസ്തകം പഠിപ്പിച്ചു തരുമെന്നാണ് ഇതിന്റെ അർത്ഥം. അടുത്തു നിൽപ്പോർ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്ത് ആശ്ചര്യം എന്നാണ് ഉള്ളൂര് പാടിയിരിക്കുന്നത്. മതമേതായാലും മനുഷ്യൻ നന്നാകുന്നു. ഇപ്പൊ യേശു നമുക്ക് കർത്താവ് പറയുന്നുണ്ട്, ഞാൻ ഒരു പുതിയ കൽപ്പന തരുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കും. പല സാഹചര്യങ്ങൾ കൊണ്ടും മനുഷ്യർ പ്രവർത്തനത്തിൽ ഉത്സുകരാകുന്ന സാഹചര്യത്തിലാണ് വിജയം ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കുന്നത്. ഞാൻ ചിന്ത നിങ്ങളിലേക്ക് പകർന്ന് ഞാൻ ഊന്നൽ കൊടുത്ത് പഠിപ്പിക്കുന്ന ഒരു കാര്യം, വഴിതെറ്റി പോകുന്നവർ മുഴുവൻ 3 ആളുകളെ ധിക്കരിക്കുന്നുണ്ട്. വലിയൊരു മാതൃകയാണ് വരും തലമുറയ്ക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ഈ അനുമോദന സദസ്സിന് ഒരിക്കലും ഒരു അവസാനമല്ല. സച്ചിനെ പറ്റി അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്കറിയാമോ സച്ചിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന്? എത്ര A+ വാങ്ങിയിട്ടുണ്ടെന്നറിയാവോ? നിങ്ങൾക്ക് കിട്ടുവാനിരിക്കുന്ന അതിന്റെ ആദ്യ പടിയാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. നിങ്ങളെ കാത്തിരിക്കുന്ന വിശാലമായ ഒരു ലോകമാണ്. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ 1 വർഷത്തെയാണ് മുന്നിൽ കാണുന്നതെങ്കിൽ കൃഷി ചെയ്യുക. 10 വർഷത്തെയാണ് മുന്നിൽ കാണുന്നതെങ്കിൽ ഒരു വൃക്ഷം നടുക. ഒരു നൂറ്റാണ്ടാണ് മുന്നിൽ കാണുന്നതെങ്കിൽ കുട്ടികളെ നന്നായി വളർത്തുക. രാഷ്ട്രശില്പി ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളാണിവ. കുട്ടികൾ നന്നായി വളരണമെങ്കിൽ അവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകണം. ഒരു കുട്ടിയുടെ സമഗ്രമായ വികസനമാണ് വിദ്യാഭ്യാസത്തിലൂടെ സാധ്യമാകുന്നത്. വിദ്യ വിളക്കാണ്. ആ വിളക്ക് കയ്യിലുണ്ടെങ്കിൽ നാം സമ്പന്നനാണ്. നമ്മെ അടയാളപ്പെടുത്തുന്ന മഹത്തായ ഒരു ചിഹ്നമാണ് നമ്മിലെ വിദ്യാഭ്യാസം. അത് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്താർജിക്കലാണ്. നന്മയുടെ വിളനിലമായി മനുഷ്യനെ മാറ്റുന്ന മഹത്തായ ഒരു പ്രവർത്തനമാണ് നമ്മിലെ വിദ്യാഭ്യാസം. ജീവിതത്തെ പടുത്തുകൂട്ടുന്ന, മനുഷ്യനെ വാർത്തെടുക്കുന്ന, സ്വഭാവത്തിന് രൂപം കൊടുക്കുന്ന ആശയങ്ങളെ രൂപപ്പെടുത്തുകയാണ് വിദ്യാഭ്യാസത്തിലൂടെ വേണ്ടത് എന്ന് സ്വാമി വിവേകാനന്ദനാണ് പറഞ്ഞത്. വിശക്കുന്ന മനുഷ്യ പുസ്തകം കയ്യിലെടുക്കൂ, പുത്തനൊരു ആയുധമാണ് നിനക്കത്. ബെർത്തോളിന്റെ ഈ വരികൾ നിങ്ങൾ കേട്ടില്ലേ? പുസ്തകം വായിച്ചാൽ വിശക്കുന്നവന്റെ വയറ് നിറയുമെന്നല്ല, മറിച്ച് എന്തുകൊണ്ടാണ് വിശക്കുന്നതെന്നും അത് മറികടക്കാനുള്ള വഴി എന്തെന്നും പുസ്തകം പഠിപ്പിച്ചു തരുമെന്നാണ് ഇതിന്റെ അർത്ഥം. ഉന്നത വിജയം നേടി ഈ വേദിയിലെത്തിയിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസകൾ നേരുന്നു. മനോഹരമായ ഈ പരിപാടി സംഘടിപ്പിച്ച കോൺഗ്രസ് വാർഡ് കമ്മിറ്റിക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ചേച്ചിക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിജയം ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ നമ്മൾ സന്തോഷത്തിൽ ഏർപ്പെടുന്നത്. അപ്പോൾ വിജയത്തിൽ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നു എന്നതാണ്. ആ വിജയത്തിലേക്ക് നമ്മൾ എത്രമാത്രം പ്രയത്നിക്കുന്നു എന്നതാണ് പലപ്പോഴും ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിജയത്തിലേക്ക് നമ്മൾ പ്രയത്നിക്കുന്നില്ല എങ്കിൽ പലപ്പോഴും നമുക്ക് വിജയം നേടുവാൻ സാധിക്കുകയില്ല. നമ്മളെല്ലാവരും വിജയം ആഗ്രഹിക്കുന്നവരാണ്, പ്രയത്നിക്കണമെന്ന് മനസ്സിൽ ഉൾപ്രേരണയുള്ളവരുമാണ്. പക്ഷെ നമുക്ക് പലപ്പോഴും ആ പ്രയത്നത്തിലേക്ക് പലപ്പോഴും എത്തിച്ചേരാൻ പറ്റാറില്ല എന്നതാണ് വസ്തുത. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ പല പല സാഹചര്യങ്ങളാണ്. ഓരോ കുട്ടികൾക്കും ഓരോ ആളുകൾക്കും അവർക്ക് അവരുണ്ടായ സാഹചര്യങ്ങളിൽ ഉണ്ടായിരിക്കുന്ന സവിശേഷമായിരിക്കുന്ന പ്രത്യേകതകളുണ്ട്. അവരുടെ മാതാപിതാക്കളിൽ നിന്ന് ആർജിച്ചെടുത്തിരിക്കുന്ന ചില സവിശേഷമായ ഘടകങ്ങൾ പലരുടെയും വിജയത്തിലെ പ്രധാനപ്പെട്ട ഉത്സാഹത്തിന്റെ പ്രധാന ഘടകങ്ങളാകാം. പ്രയത്നത്തിലേക്ക് അവരെ നയിക്കുന്നതാവാം. അല്ലെങ്കിൽ അവർക്ക് പ്രേരണ കൊടുക്കുന്ന സാഹചര്യങ്ങളാകാം അവരെ ആ ഒരു ഘട്ടത്തിലേക്ക് കടത്തിക്കൊണ്ടുപോവുക. പലപ്പോഴും പല സാഹചര്യങ്ങൾ കൊണ്ടും മനുഷ്യർ പ്രവർത്തനത്തിൽ ഉത്സുകരാകുന്ന സാഹചര്യത്തിലാണ് വിജയം ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കുന്നത്. ഞാൻ ചിന്ത നിങ്ങളിലേക്ക് പകർന്ന് തന്നതാണ്. നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഇവിടെ ആർസി പ്രസിഡന്റ് നമുക്കിവിടെ ഇത് ഒരുക്കുമ്പോൾ, നമ്മുടെ വാർഡ് പ്രസിഡന്റ് വാർഡ് കമ്മിറ്റി ഇത് ഒരുക്കുമ്പോൾ അവര് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ആശയം സാധാരണ A+ കുട്ടികൾക്കാണ് സാധാരണ ഇത് കൊടുക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഉന്നത വിജയം നേടിയ ആളുകളെ എല്ലാം ഇവിടെ ആദരിക്കുക, അങ്ങനെയല്ലേ? അതെ.
അപ്പം വിജയം നേടിയ ആളുകളെ എല്ലാം ഇവിടെ ആദരിക്കുന്നുണ്ട്. അപ്പൊ ഈ ആദരവിന്റെ ഒരു ഉദ്ദേശം നമ്മളെ കൂടുതൽ ഉത്സുകരാക്കുക എന്നുള്ള ആ ഒരു ചിന്തയോട് കൂടിയാണ്. നമ്മളിപ്പോ SLCക്ക് ജസ്റ്റ് പാസ്സായിട്ടുള്ള പല ആളുകളും IAS പോലെയുള്ള ഉന്നത ശ്രേണികളിൽ എത്തിയ ആളുകൾ നമുക്കറിയാം. നമ്മുടെ മുൻ ജില്ലാ കളക്ടറും മുൻ MLA-യും കേന്ദ്രമന്ത്രിയും ഒക്കെ ആയിരുന്ന ശ്രീ അൽഫോൺസ് കണ്ണന്താനത്തെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം പണ്ടത്തെ കാലത്ത് 210 മാർക്ക്, ഇപ്പോഴത്തെ പോലെ A+ ഒന്നും അല്ല, ആ 210 മാർക്കിന് ജയിച്ചിട്ട് IAS പാസ്സായ ആളായിരുന്നു. അപ്പോൾ നമുക്കും അങ്ങനെ ഒരു ഉത്സവ ശീലത്തിലേക്ക് വരുവാൻ പറ്റണം. അതിനു വേണ്ടിയുള്ള ഒരു പ്രേരണയാണ് ഇപ്പോൾ ഇവിടെ വിജയിച്ചിരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഇവിടെ ഈ മൊമെന്റോ ഒക്കെ തയ്യാറാക്കി നിങ്ങളെ ഇവിടെ ആദരിക്കുവാൻ വേണ്ടി ക്ഷണിച്ചിരിക്കുന്നത്. നമുക്ക് ഉത്സുകരായിരിക്കുന്ന ആളുകൾക്ക്, ഞാൻ പറഞ്ഞ സവിശേഷമായ ഘടകങ്ങളുള്ള ആളുകൾക്ക്, കൂടുതൽ കഴിവുള്ള ആളുകൾക്ക്, അതിനൊക്കെ അപ്പുറത്ത് ഈ ഉത്സാഹശീലം കൊണ്ട് നമുക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അത്യാവശ്യ ഭാഗ്യം ഒക്കെ വേണം. നമ്മുടെ ധീരാജ് സാർ പറഞ്ഞതുപോലെ അല്പം ഈശ്വര വിശ്വാസം ഒക്കെ വേണം. എന്താണ് ഈശ്വര വിശ്വാസം? ഇപ്പൊ നമ്മൾ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. അതാണ് കാഴ്ചപ്പാട്. അപ്പം ഞാൻ പറയുന്നത്, നമ്മളിൽ ഉണ്ടാകുന്ന നന്മകൾ, നമ്മളിൽ ഉണ്ടാകുന്ന നന്മയുള്ള മനുഷ്യത്വം ഉള്ള ആളുകൾ, ആ ആളുകളാണ് സവിശേഷമായ വ്യക്തിത്വങ്ങളായിട്ട് വളർന്നു വരുന്നത്. അവരിൽ ഉണ്ടായിരിക്കുന്ന ആ ദൈവികമായിരിക്കുന്ന ഇടപെടലാണ് നമ്മളെ ഓരോരുത്തരെയും ഉത്സുകരാക്കി തീർക്കുന്നത്. അതിനുള്ള സാഹചര്യം നമുക്ക് ഓരോരുത്തർക്കും ദൈവം തമ്പുരാൻ പകർന്നു നൽകട്ടെ. എല്ലാവർക്കും എല്ലാ ആശംസകളും ഞാൻ നേരുകയാണ്. നമുക്കിവിടെ ചില വ്യക്തിത്വങ്ങളെ നമ്മൾ ആദരിക്കുന്ന സാഹചര്യം ഉണ്ടായി. പ്രിയങ്കരനായ നമ്മുടെ സേവരച്ചൻ, നമുക്കറിയാം വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ നമ്മുടെ ഈ കേന്ദ്രയാർ ഗ്രാമപ്രദേശത്ത് ഒരു പരിചയപ്പെടുത്തലില്ലാതെ എല്ലാവരും അറിയുന്ന ആളാണ്. ഞങ്ങളൊക്കെ പലപ്പോഴും പറയും, ഞങ്ങളൊക്കെ വളരെ വർഷങ്ങളായിട്ട് ഈ പൊതുരംഗത്തൊക്കെ നിൽക്കുന്ന ആണെങ്കിലും അച്ഛൻ വന്ന് ഞങ്ങളോട് മത്സരിച്ച് ഞങ്ങൾ തോറ്റുപോകും. കാരണം അത്ര ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ സേവ്യരച്ചൻ. സേവ്യരച്ചനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നമ്മുടെ പാലമണിയുടെ കാര്യത്തിലും പൊതുവായിട്ടുള്ള കാര്യങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഒക്കെ സജീവമായിട്ട് ഇവിടുന്ന സേവ്യരച്ചനെ പോലെ ഒരാളെ ആദരിക്കുവാൻ ഈ കമ്മിറ്റിക്ക് സാധിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞാൻ കാണുന്നു. സേവ്യരച്ചനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സ്വീകരണം കൊടുക്കുന്ന ദിനേശൻ ചേട്ടൻ ആരോഗ്യ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം, കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിലൊക്കെ ഏറ്റവും ശ്രദ്ധേയമായി നമ്മുടെ ഇവിടുത്തെ ആളുകളൊക്കെ ചെന്നാൽ അദ്ദേഹം വളരെ സ്നേഹത്തോടുകൂടി ഓടിയെത്തി അവരെയൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നു. നമുക്ക് ആരോഗ്യ രംഗത്ത് വളരെ നല്ല നിസ്തുലമായ സേവനം നൽകിയ ദിനേശൻ ചേട്ടനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ രാജു സാറിനെ കുറിച്ച് പറയുമ്പോൾ, രാജു സാറ് എന്റെ സ്വന്തം നാട്ടുകാരനാണ്, നമ്മൾ തൊട്ടടുത്ത താമസിക്കുന്നത്. അദ്ദേഹം ഒരു 5 സെന്റ് സ്ഥലം, നമുക്കറിയാം PWD റോഡിന്റെ സൈഡില് 5 സെന്റ് സ്ഥലം മേടിക്കുന്നത് എത്ര രൂപയാവും? അത്രയും പൈസ വിലമൂല്യമുള്ള ഒരു സ്ഥലം പൊതുരംഗത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ മൃഗാശുപത്രി സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട്, നമ്മുടെ നാടിന് വേണ്ടിയിട്ട് സമർപ്പിച്ച രാജുചേട്ടൻ ഏറ്റവും മാതൃകാപരമായ ആളാണ്. ഇങ്ങനെയുള്ള ആളുകളാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടേണ്ടതും പ്രശംസനയ്ക്ക് അർഹരാകേണ്ടതും. അതുകൊണ്ട് തന്നെ പ്രിയങ്കരനായ രാജുചേട്ടനെ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലോഗർ സന്തോഷ് എന്റെ ഏറ്റവും പ്രിയ കൂട്ടുകാരനാണ്. ഞങ്ങള് ഈ ബ്ലോഗർ രംഗത്തേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നൽകി അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അദ്ദേഹം നമ്മുടെ ഈ പ്രദേശത്തുള്ള വിവിധങ്ങളായ കാര്യങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ, അധികൃതരിലേക്ക് എത്തിക്കുവാൻ, അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കുവാൻ ഒക്കെ ശ്രദ്ധിക്കുന്ന നല്ലൊരു ബ്ലോഗറാണ്. അതിൽ നിന്ന് ഒരു സാമ്പത്തിക ലാഭങ്ങളോ മറ്റു കാര്യങ്ങളൊന്നും ആഗ്രഹിക്കാത്ത നല്ലൊരു വ്യക്തിത്വമാണ്. അദ്ദേഹം താമസിക്കുന്നത് വല്യതയാണ്. വല്യത പോലെയുള്ള ആ ഗ്രാമപ്രദേശത്ത് നിന്ന് ഇത്ര വലിയ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുൻപോട്ട് പോകുന്ന ശ്രീ സന്തോഷിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. എല്ലാ വിജയികളായ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. എല്ലാ ഈശ്വരാനുഗ്രഹങ്ങളും ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. നമുക്കറിയാം, ഇന്ന് ശാസ്ത്രം ഏറ്റവും അധികം വളർന്നു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. കഴിഞ്ഞ ആഴ്ചയൊക്കെ അച്ഛന്മാരുടെ ധ്യാനമായിരുന്നു. 1864 തോന്നുന്നു നമുക്കിടെ എബ്രഹാം ലിങ്കൺ അദ്ദേഹം തിയേറ്ററിൽ സിനിമ കാണുന്നപ്പോഴേക്കും അജ്ഞാതന്റെ വെടിയേറ്റ് മരിച്ചു. ആ മരണവിവരം യൂറോപ്പിൽ അറിയുന്നത് ഏതാണ്ട് 1 വർഷത്തിന് ശേഷമാണ്. അമേരിക്കയിൽ നടന്ന ആ സംഭവം യൂറോപ്പിൽ അറിയുന്നത് അത്രയും നാളുകൾക്ക് ശേഷമാണ്. കാരണം ഒന്നും അറിയാൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ ഞങ്ങളൊക്കെ ഒരു ചെറുപ്പമായിരിക്കുന്ന 40 വയസ്സ് പ്രായമുള്ളവര് നമ്മള് ഗൾഫിൽ എന്തെങ്കിലും ആഭ്യന്തരരായി, കാരണം ഒരു സന്ദേശം വരുന്നു, അതിന്റെ നാട്ടിലുള്ള പ്രതിസന്ധികൾ അതെല്ലാം വരുന്നു, മണി ഓർഡർ വരുന്നു, അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ പൈസ അയക്കാനുള്ള കാര്യങ്ങൾ
എന്തുമാത്രം പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, തടസ്സങ്ങൾ ഉണ്ടായത്. ഇപ്പൊ നമ്മൾ അമേരിക്കയിലുള്ള ഒരാളുമായിട്ട് സംസാരിക്കുന്നു, നേരെ ഫോണിലൂടെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അധികം മുന്തിയ വാഹനങ്ങൾ ഉപയോഗിക്കുവാൻ സാധിക്കുന്നു. നമ്മൾ അമേരിക്കയ്ക്ക് പോകാൻ നമ്മളോട് പോയി നിർമ്മാച്ചു നേരെ വിദേശത്ത് പോയി നമ്മൾ ഫ്ലൈറ്റിൽ അമേരിക്കയ്ക്ക് വിമാനത്തിലും ഏറ്റവും മുന്തിയ സീറ്റ് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് യാത്ര ചെയ്യുവാൻ സുഖസൗകര്യങ്ങൾ അനുഭവിക്കുന്ന ലോകത്തിലാണ് മനുഷ്യൻ ജീവിക്കുക. പക്ഷെ ഇത്രയും സുഖസൗകര്യം ഉണ്ടായിട്ടും മനുഷ്യൻ സമാധാനത്തിലാണ് ജീവിക്കുക, സന്തോഷത്തിലാണ് ജീവിക്കുക. നമുക്കറിയാം, നമ്മുടെ ഈ നാടിന്റെ തന്നെ പേരിന്റെ തന്നെ വിധാനമായി നമുക്ക് ജെ മർഫി എന്നുള്ള അദ്ദേഹത്തിന്റെ വലിയൊരു സ്വപ്നത്തിന്റെ പിന്തുണ തലമുറക്കാരാണ് നമ്മൾ. അദ്ദേഹത്തിന്റെ സ്വപ്നം കണ്ട എല്ലാ വിദ്യാഭ്യാസത്തിലെ പുരോഗതി നേടുക, അല്ലെങ്കിൽ എല്ലാം നല്ലോണം ജീവിക്കുക, നല്ല രീതിയിൽ നല്ല ഭക്ഷണം കഴിക്കുക, നല്ല വസ്ത്രം ധരിക്കുക, നല്ലോണം അധ്വാനിക്കുക എന്നുള്ള വലിയൊരു സ്വപ്നമായിരുന്നു ജെ മർഫിക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന്റെ ഒരു ഭാഗമാണ് നിങ്ങൾ ഇരിക്കുന്ന ഓരോ കുട്ടികളും. ഞാൻ കേട്ടിട്ടുള്ളത് അദ്ദേഹം ഇവിടെ 1920-30 കാലഘട്ടങ്ങളിലെല്ലാം സ്കൂളിൽ അദ്ദേഹം എല്ലാ ദിവസവും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചെല്ലും. തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെ ക്ലാസ് ഉണ്ട്. വെള്ളിയാഴ്ച എല്ലാ ദിവസവും ക്ലാസ്സിൽ വന്നവർക്ക് 2 ബുക്ക് അദ്ദേഹം സമാനമായി നൽകിയിരുന്നു. സ്കൂളിൽ വരുന്ന കുട്ടികൾക്ക് അങ്ങോട്ട് പൈസ നൽകിയിരുന്നു. അപ്പൊ അങ്ങനെ വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്വപ്നം കണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ജെ മർഫി എന്നുള്ള അദ്ദേഹം. നമുക്കറിയാം, അദ്ദേഹത്തിന്റെ പേരിൽ നമ്മുടെ ഇവിടെ ഒരു സ്ഥാപനം വന്നതിന് ശേഷമാണ് നമ്മുടെ AMJR തന്നെ ഈ കേരളം മൊത്തം അറിയപ്പെടുന്ന ഒരു സ്ഥലമായിട്ട് മാറി. ഇവിടെ പഠിക്കുന്ന എത്രയോ കുട്ടികൾ ഇതൊന്നും ഇവിടെ ഈ സ്കൂളിൽ ഇല്ലായിരുന്ന ഒരവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. നമുക്ക് ജെ മർഫി അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മയ്ക്ക് ഒരു സ്ഥാപിതമായിരിക്കുന്ന സ്കൂളുകളുടെ AMJR വന്നതിന് ശേഷമാണ് എത്രയോ സുദീർഘമായ സേവനങ്ങൾ ചെയ്യുന്ന എത്രയോ ലോകത്തിന്റെ വിവിധമായ ഭാഗങ്ങളിൽ നമ്മുടെ കുട്ടികൾ എത്ര പേർക്കാണ് A+ ലഭിക്കുക, എത്ര അതിനുള്ള സാഹചര്യങ്ങൾ ലഭിക്കുക, വിവിധമായ കഴിവുകൾ വർദ്ധിപ്പിക്കുക. എല്ലാവർക്കും A+ കിട്ടണമെന്നില്ല. അപ്പൊ നമ്മുടെ കൊച്ചുപോലും നല്ലപോലെ പ്രസംഗം പറയും, അതേപോലെ പാട്ട് പാടുക, ഡാൻസ് ചെയ്യും. എത്രമാത്രം കഴിവുകൾ നമ്മുടെ ഈ സ്കൂളിലൂടെ വളർന്നു വരുവാൻ സാധിക്കുന്നു. ഇപ്പൊ തീർച്ചയായിട്ടും ഒരു സമൂഹത്തിനെ സംബന്ധിച്ചോളം നമുക്ക് എപ്രകാരം ഞാൻ വളരുന്നു, എന്തുമാത്രം നേടുന്നു എന്നതിനെ കുറിച്ചല്ല, ഞാൻ എന്തുമാത്രം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നു എന്നതിനെ കുറിച്ചാണ് നമുക്ക് എപ്പോഴും നമ്മുടെ സമൂഹം നമ്മളെ വിലയിരുത്തുക. നമുക്കറിയാം, എത്രയോ ഡോക്ടർമാർ അല്ലെങ്കിൽ എത്രയോ മെഡിക്കൽ സ്റ്റുഡൻസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വരുന്ന മറ്റേ ഓപ്പറേഷൻ തുഫാൻ എന്നുള്ള നമ്മുടെ ഇതില് ലഹരി പദാർത്ഥങ്ങളുടെ റെയ്ഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. എത്രയോ സമൂഹത്തിൽ അറിയപ്പെട്ടു. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികള്, അല്ലെങ്കിൽ ഭയങ്കര പഠിക്കുന്ന വിദ്യാർത്ഥികള്, അവരിപ്പോ കണക്കിന് 100 SLCക്ക് 100 മേടിച്ചവനായിരിക്കാം, +2ന് 100 മേടിച്ചവനായിരിക്കാം, അല്ലെങ്കിൽ ഡിഗ്രിക്ക് ഉന്നത വിദ്യാഭ്യാസം ചെയ്തവരായിരിക്കാം, അവർ IAS ട്രെയിൻ ചെയ്യുന്നവരായിരിക്കാം, MBBS പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. പക്ഷേ അവരുടെ ലഹരി പദാർത്ഥത്തിന് MDMAക്ക് അടിമയായി പോകുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ എല്ലാം തീർന്നു. ഇപ്പൊ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം നമുക്ക് നല്ലവി പഠിക്കുകയും വേണം, നമ്മുടെ സ്വഭാവത്തിൽ നല്ല സ്വഭാവത്തിൽ വളർന്നു വരികയും വേണം. അപ്പൊ തീർച്ചയായിട്ടും എന്നെ കുറിച്ച് എനിക്ക് കിട്ടിയ അവാർഡിനെ പ്രത്യേകിച്ച് നമ്മുടെ സംഘാടകർക്ക് നന്ദി പറയുകയാണ്. ഇതിന്റെ പ്രത്യേകിച്ച് നമ്മളൊരു നാട് എവിടെയായിരിക്കുമ്പോഴും ആ നാടിനോട് ഇണങ്ങിച്ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് എന്റെ ഈ ഒരു സ്വഭാവം. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എവിടെയായിരിക്കുമ്പോൾ ഒരാൾക്കൊരു കെട്ടിടത്തിൽ നമ്മൾ വിജയിച്ചാലേ നമ്മൾ ഏറ്റവും കൂടുതൽ ജാതിയെ വിളിക്കാൻ അരിശ്രമമായിരിക്കാം. പക്ഷെ എന്റെ ഒരു കാര്യം ചെയ്യണം, എന്നെ അതൊരു സഹായിക്കാം. ഞാൻ ഒരിക്കലും അത് ചിന്തിക്കാറില്ല. അതായത് ഞാൻ ക്രിസ്ത്യനാണോ, മുസ്ലിമാണോ, അത് പള്ളിപ്പുറനാണോ, സാമ്പത്തികമുള്ളവനാണോ, ഏത് രാഷ്ട്രീയക്കാരനോ, അതെനിക്ക് അറിയേണ്ട കാര്യമേ. നമ്മളൊരു വ്യക്തിക്ക് സഹായിക്കുക, അവനൊരു മനുഷ്യനാണോ, അവനെ നമ്മളെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം. ശ്രീനാരായണ ഗുരു പറഞ്ഞിരിക്കുന്നത് മതം ഏതായാലും മനുഷ്യൻ നന്നായിരുന്നു. ഇപ്പൊ യേശു നമുക്ക് കർത്താവ് പറയുന്നുണ്ട്, ഞാൻ ഒരു പുതിയ കൽപ്പന തരുന്നത്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കും. എല്ലാവരെയും നമ്മൾ സ്നേഹിക്കുമ്പോൾ, എല്ലാവരും ഉൾക്കൊള്ളുമ്പോൾ സമൂഹത്തിന് തന്നെ വലിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കും. എന്റെ ഉള്ളിൽ വലിയ സന്തോഷമാണ്, സമാധാനമുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും മദ്യപാനത്തിനോ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിനോ LDMA വലിക്കാനോ നമ്മുടെ കൂട്ടുകാരെ നിർബന്ധിച്ചാലോ നമ്മൾ വിളിച്ചൊന്നും പോകത്തില്ല. അടിസ്ഥാനപരം നമ്മുടെ ഉള്ളിൽ അസ്വസ്ഥത ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നു പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നന്മകൾ ചെയ്യുന്ന വ്യക്തിത്വങ്ങളായി നിങ്ങളെല്ലാം വളർന്നു വരട്ടെ. ഭാവി വാഗ്ദാനങ്ങളായി എൻ്റെ അഭിമാനമായി നിങ്ങളെല്ലാം
എല്ലാവരും വളർന്നു വരട്ടെ എല്ലാ കുട്ടികൾക്കും എല്ലാ ആശംസയും അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ പരിപാടികൾ വിളിക്കുകയും ആദരിക്കുകയും ചെയ്ത ഇതിന്റെ സംഘാടകർക്ക് പ്രത്യേകിച്ച് വൈസ് പ്രസിഡന്റ് സാറിനും അതുപോലെ തന്നെ ഏറ്റവും സ്നേഹാദയ എൻ്റെ ഒരു ചേച്ചിയെ പോലെയാണ് എപ്പോഴും കാണുക. നമ്മുടെ ആൻസി മാഡത്തിനെ പ്രസിഡന്റിനെ ആൻസി എല്ലാവർക്കും നമ്മുടെ സ്നേഹാദരനായ ജിജോ കാലക്കാട് എൻ്റെ വലിയൊരു സുഹൃത്താണ്. എന്റെ സംഘാടക സമിതി എല്ലാവർക്കും ഹൃദയത്തിന്റെ വാക്കിൽ നന്ദി പറയുന്നു. താങ്ക് യു. നിങ്ങളുടെ വിജയം നിങ്ങളുടെ കുടുംബത്തിന്റെ മാത്രം വിജയമല്ല, ഈ കൊച്ചു ഗ്രാമത്തിന്റെ മുഴുവനും വിജയമാണ്. നിങ്ങൾ വലിയൊരു മാതൃകയാണ് വരും തലമുറയ്ക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ഈ അനുമോദന സദസ്സിന് ഒരിക്കലും ഒരു അവസാനമല്ല. നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്കും ഉയർന്ന വിദ്യാഭ്യാസത്തിലേക്കുള്ള മെയിൻ വാതിലൂടെയുള്ള പ്രവേശനമാണ്. ധാരാളം വാതിലുകൾ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് സഞ്ചരിക്കാനുണ്ട്. നിങ്ങളുടെ ഈ വിജയത്തിൽ നിങ്ങളുടെ കഠിനാധ്വാനവും അതോടൊപ്പം തന്നെ നിങ്ങളുടെ മാതാപിതാക്കളുടെ ത്യാഗവും പ്രാർത്ഥനയും നിങ്ങളെ നല്ല ദിശയിലേക്ക് വഴി നടത്തിയ അധ്യാപകരുടെ എല്ലാം പരിശ്രമങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. അവരെല്ലാം നന്ദിപൂർവ്വം ഓർക്കുകയാണ്. ഇന്ന് ലോകം മുഴുവൻ ഒരു വിരൽ തുമ്പിൽ ചുരുളഴിയുന്ന ഡിജിറ്റൽ യുഗത്തിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ ലക്ഷ്യം, നമ്മുടെ സ്വപ്നം വലുതാണ്. ഈ ലക്ഷ്യങ്ങളെയും സ്വപ്നങ്ങളെയും മാറ്റിമറിക്കുന്ന ചതികളും മറ്റ് പ്രലോഭനങ്ങളും പല ഭാഗത്തിൽ നിന്നും ഉണ്ടാകുന്ന കൗമാരത്തിന്റെ പ്രസക്തിയാണ് നിങ്ങൾ ഇപ്പോഴുള്ളത്. എന്തിനും ഏതിനും എടുത്തു ചാടുന്ന ഒരു പ്രായമായതുകൊണ്ട് നിങ്ങൾ സൗഹൃദങ്ങളെ വളരെ സൂക്ഷിക്കണം. നിങ്ങളുടെ സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും മാറ്റിമറിക്കുന്ന പിന്തള്ളപ്പെടുന്ന ഒരു സൗഹൃദത്തെ നിങ്ങൾ ഒരിക്കലും കൂട്ടുകൂടാൻ പാടില്ല. നിങ്ങളുടെ സ്വപ്നങ്ങളെയും പഠനങ്ങളെയും പിന്തുണക്കുന്ന വലിയ സൗഹൃദമാണ് നിങ്ങൾ കെട്ടിപ്പടുക്കേണ്ടത്. നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളെ പല വഴിയിലൂടെ ചതികളിലൂടെ കൊണ്ടുപോയി അല്പനേരത്തെ സുഖത്തിന് വേണ്ടി ലഹരി ഉപയോഗങ്ങളിലേക്ക് നിങ്ങളെ വലിച്ചിഴക്കുമ്പോ നിങ്ങൾക്ക് വളരെ ശബ്ദമായ നിലയിൽ നോ പറയാൻ നിങ്ങൾക്ക് സാധിക്കണം. താൽക്കാലികമായ രസത്തിന് വേണ്ടി നാം ചതിയിൽപ്പെട്ടു പോകുമ്പോ നമ്മുടെ വലിയ സ്വപ്നങ്ങളാണ് തകർന്നു വീഴുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ മാതാപിതാക്കളുടെ പ്രതീക്ഷകളുമാണ് തകർന്നു വീഴുന്നത്. ആ കുരുക്കളെ, ആ ചതികളിൽ നിന്ന് നാം മുന്നോട്ട് പോയിക്കൊണ്ട് നമ്മുടെ സാങ്കേതിക വിദ്യ വലിയ സ്ക്രീനുകൾ, അതിനപ്പുറമുള്ള ലോകമുണ്ട്. ആ സാങ്കേതിക വിദ്യകൾ നാം ഉപയോഗപ്പെടുത്തണം. അതിലൊരു ലഹരിയായി കാണാതെ നമുക്ക് വ്യത്യസ്തമായിരിക്കുന്ന കഴിവുകളുണ്ട്. ആ കഴിവുകളെ നാം വികസിപ്പിച്ചെടുത്ത് മുന്നോട്ട് പോകണം. മുന്നോട്ടുള്ള നമ്മുടെ യാത്രയിൽ ഈ നിലവാരം എപ്പോഴും ഉണ്ടായിപ്പോഴൊന്നുമില്ല. പരാജയങ്ങൾ സംഭവിക്കാം. ഈ പരാജയങ്ങൾ വരുമ്പോ അത് വിജയത്തിലേക്കുള്ള പടിവാതിലാണ്, ഉയരങ്ങളിലേക്കുള്ള ചുവടുവെപ്പാണെന്ന് മനസ്സിലാക്കി മാനസികമായിരിക്കുന്ന ആരോഗ്യങ്ങൾ നാം നേടിയെടുക്കുകയും ഏതെല്ലാം പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാലും അത് വളരെ വ്യക്തമായി കൊണ്ട് നമ്മുടെ മാതാപിതാക്കളോട് നമുക്ക് തുറന്നു പറയാനുള്ള അവസരം നാം ഒരുക്കിയെടുക്കണം. എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും മാതാപിതാക്കളോട് നാം തുറന്നു പറയണം. അങ്ങനെ മാനസികമായ ആരോഗ്യം നേടിയെടുത്ത് നല്ല സൗഹൃദങ്ങളിലൂടെ ചതിയിലും വഞ്ചനയിലും പെടാതെ നമ്മുടെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് നാം പറന്നുയരുക. അനന്തമായിരിക്കുന്ന സാധ്യതകളുടെ ആകാശങ്ങൾ
ആ ആകാശങ്ങളിലേക്ക് നാം നമ്മുടെ ചിറകുകളുമായി മുന്നോട്ട് പോകണം, ലക്ഷ്യത്തിലേക്ക് കൊണ്ടെത്തിക്കണമെന്നുള്ള ആത്മവിശ്വാസങ്ങൾക്കുള്ള ഒരു മോട്ടിവേഷനാണ് ഇതുപോലെയുള്ള അനുമോദന സദസ്സുകൾ. അതോടൊപ്പം തന്നെ നമ്മുടെ നാടിന് മാതൃകയായി ജനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിഞ്ഞ് ജനങ്ങളിലെ ഒരുവനായി തീർന്ന ബഹുമാനപ്പെട്ട ഫാദർ സേവനച്ചനും അതിൽ ആരോഗ്യരംഗത്തെ കാവലാളായ സതീശനുമുള്ള അനുമോദനങ്ങൾ, ഇങ്ങനെ അനുമോദനങ്ങളും ആശ്വാസങ്ങളും സാന്ത്വന പ്രവർത്തനങ്ങളും ഒരു സംഘടനയുടെ അല്ലെങ്കിൽ ഒരു വാർഡിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനങ്ങളുടെ സമൂഹത്തിനോടുള്ള പ്രതിബദ്ധതയാണ് അതിന്റെ പുരോഗതിയും നന്മയും അളക്കുന്നത്. ഈ വലിയ വേളയിൽ കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. ഇവിടെ വിജയിച്ചു വന്ന വിദ്യാർത്ഥികളെ അനുമോദിക്കുകയാണ്. അതുപോലെ തുടർന്നുള്ള നിങ്ങളുടെ പഠനത്തിന് സർവ്വവിധ ആശംസകളും, അതുപോലെ ഈ പരിപാടി സംഘടിപ്പിച്ച വയനാട് വാർഡ് കമ്മിറ്റിക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ച് എന്റെ ചെറുവാക്കുകൾ ഉപസംഹരിക്കുന്നു. നമ്മുടെ SNDPയുടെ ബഹുമാന്യനായ പ്രസിഡന്റ് കുറെ പഠിച്ചത് കൊണ്ടോ കുറെ വായിച്ചത് കൊണ്ടോ അല്ലെ എല്ലാം നല്ലതാണ്. പക്ഷേ ഞാൻ എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ ഇതെല്ലാം ചെയ്യുവാൻ. ഇന്ന് ലോകം ആദരിക്കുന്നതും നാം ആദരിക്കുന്നതും നമ്മുടെ രാജ്യം ആദരിക്കുന്നതും ആരും A+ വാങ്ങിയിട്ടോ ഫുൾ A+ വാങ്ങിയിട്ടുള്ള കുട്ടികളോ അല്ല. ഓരോരോ തനത് കഴിവാണ്. സച്ചിൻ തെണ്ടുൽക്കറിനെ പറ്റി ഞാൻ എല്ലാ വേദിയിലും പറയുന്നതാണ്. സച്ചിനെ പറ്റി അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്കറിയാമോ സച്ചിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന്? എത്ര A+ വാങ്ങിയിട്ടുണ്ടെന്നറിയാവോ? ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രായം കുറഞ്ഞ ഇന്ത്യയിലെ ഭാരതരത്ന വാങ്ങിയ ഒരേ ഒരു വ്യക്തി സച്ചിൻ തെണ്ടുൽക്കറാണ്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ കഴിവ്? ഒരു ബാറ്റ് പിടിക്കുവാനുള്ള കഴിവ് മാത്രമായിരുന്നു, അത് കളിക്കുവാനുള്ള. അതാണ് അദ്ദേഹത്തിന്റെ ഐഡന്റിഫിക്കേഷൻ. ഞാൻ എന്താണെന്ന് എനിക്ക് തിരിച്ചറിയണം. അതിന്റെ വലിയ ഉദാഹരണമാണ് കേരളത്തിൽ കാണുന്ന ഡിസ്ട്രിക്ട് കളക്ടേഴ്സിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ന് കേരളത്തിലെ ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് എല്ലാം ചെറുപ്പക്കാരികളാണ്. അവരുടെ മുമ്പിൽ പേരിന് മുമ്പിൽ കാണും ഡോക്ടർ എന്ന്. അവരെല്ലാവരും ഡോക്ടറാണ്. കിട്ടിയതല്ല ഡോക്ടർ, MBBS ഡോക്ടറാണ്. പക്ഷെ അവരുടെ ഫീൽഡ് അതല്ലായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് IAS എടുക്കാൻ സാധിച്ചത്. ഒരു MBBS ഡോക്ടർ ആകുന്നത് എളുപ്പമാണ്, IAS ആകുന്നത് അത്ര എളുപ്പമല്ല. പക്ഷെ ഇവരെന്തുകൊണ്ടായി എന്ന് ചോദിച്ചാൽ അവരുടെ ഉള്ളിൽ മാതാപിതാക്കൾ പറഞ്ഞതോ അല്ലെങ്കിൽ അധ്യാപകർ പറഞ്ഞതോ അല്ലാത്ത ഒരു കഴിവ്, ഇൻബോൺ ക്വാളിറ്റി എന്ന് പറയും. നമ്മൾ എല്ലാ മനുഷ്യനും, എവരി ഹ്യൂമൻ ബീങ് ഹാവ് ദെയർ ഓൺ ഐഡന്റിറ്റി. അപ്പൊ നമ്മൾ നിങ്ങളെ തിരിച്ചറിയുക. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏത് കോഴ്സ് നിങ്ങൾ എടുത്താലും നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് തോന്നിയാൽ അത് ഡ്രോപ്പ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ അത് അവിടത്തെ വെച്ച് അവസാനിപ്പിക്കുക. നിങ്ങളുടെ മൈൻഡ് മറ്റെന്തെങ്കിലും മേഖലയിലാണെങ്കിൽ ആ മേഖലയിലേക്ക് തിരിയുവാണെങ്കിൽ ജീവിതത്തിൽ സക്സസ് ഉണ്ടാകും. ആരെങ്കിലും മാതാപിതാക്കൾ പറഞ്ഞ് നീ MBBS തന്നെ എടുക്കണം അല്ലെങ്കിൽ ഇന്ന് തന്നെ എടുക്കണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ആ കോഴ്സ് പൂർത്തീകരിക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പക്ഷേ ഇതിലിരിക്കുന്ന പല ആൾക്കാർക്കും ഈ ഒരു അനുമോദന അല്ലെങ്കിൽ ഇവിടെ ഒരു മൊമെന്റോ കിട്ടുന്നത് ജീവിതത്തിൽ ലാസ്റ്റ് ആയിരിക്കും. ഞങ്ങളുടെ എല്ലാ അവസ്ഥ എങ്ങനെയായിരുന്നു? ഞങ്ങൾക്ക് ആരും തന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒരുപക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ +2 കഴിഞ്ഞ് പോകുന്ന കുട്ടികൾക്ക് ആർക്കും ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു അനുമോദനവും കിട്ടാത്ത സാഹചര്യം ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചു വരുന്നു, 12ാം ക്ലാസ് വരെ പഠിക്കുന്നു, പല മേഖലയിലേക്കും ചെന്നു പോകുന്നു. വർഷങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ സഹപാഠികൾ എല്ലാവരും ഈ നാട് മൊത്തം പല പണികളും ചെയ്തുകൊണ്ടിരിക്കുന്ന കാണാം. 1, 2, 10% ആൾക്കാർ മാത്രമേ വെളിയിലൊക്കെ പോയി ഒരു സക്സസ്ഫുൾ ജീവിതം എന്ന് പറയാൻ അവർക്ക് എടുത്തു പറയാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ കാരണം നമ്മൾ മൈൻഡ് സെറ്റ് വേറെ ആയതുകൊണ്ടാണ്. എല്ലാ മനുഷ്യനും വ്യത്യസ്തമായ ചിന്താഗതി ഉള്ളതുകൊണ്ടാണ്. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് ആ രീതിയിലുള്ള കോഴ്സുകൾ പാസ്സാക്കി എടുത്ത് പാസ്സായി ജീവിതത്തിൽ നന്നായി വരുവാൻ ശ്രമിക്കുക. മയക്കുമരുന്നിന് അടിമകളാകാതിരിക്കാൻ ശ്രമിക്കുക. അത് ആയി പോകുന്നതാണ്, ആരും ആകുന്നതല്ല. വലിയ കുടുംബത്തിൽപ്പെട്ടവർ തന്നെ കുട്ടികൾ തന്നെയാണ് ഇതിനകത്തെല്ലാം പെടുന്നത്. കാരണം അത് അവർക്ക് അറിവില്ലാത്തത് കൊണ്ടോ കഴിവില്ലാത്തത് കൊണ്ടോ മാതാപിതാക്കൾ പഠിപ്പിക്കാത്തതുകൊണ്ടോ അധ്യാപകർ പറയാത്തതുകൊണ്ടോ ഗുണദോഷിക്കാത്തത് കൊണ്ടല്ല, സാഹചര്യം അവരെ ആ രീതിയിലേക്ക് ആക്കുന്നതുകൊണ്ട് അത് മനസ്സിൽ കരുതുക. ഇവിടെ തന്നെ ഈ അനുമോദനം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇതിന്റെ വാല്യൂ വളരെ ചെറുതായിരിക്കും. നിങ്ങൾക്ക് തോന്നുമായിരിക്കാം ഒരു മൊമെന്റ് ഇത്രയും മണിക്കൂറുകൾ ഇരുന്നുവെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ഇത് നിങ്ങൾ ഓർത്തു വെക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴികാട്ടിയാണത്. ഒരു
മെഴുകുതിരിയാണ്. ഈ വെളിച്ചം വേണം നിങ്ങളെ മുന്നോട്ട് നയിക്കുവാൻ. ഇത് സംഘടിപ്പിച്ച ഈ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയോടുള്ള നന്ദിയും ഞാൻ രേഖപ്പെടുത്തുന്നു. എന്നെ വിളിച്ചതിനുള്ള നന്ദിയും എല്ലാവരോടും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. തീർച്ചയായിട്ടും ഇന്ന് നിങ്ങളിൽ വാങ്ങിച്ചിരിക്കുന്ന അനുമോദനത്തിന്റെ 100 മടങ്ങ് അനുമോദനങ്ങൾ, നിങ്ങള് ആശംസകള്, നിങ്ങൾ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന മണ്ഡലത്തിൽ നിങ്ങൾക്ക് കിട്ടുവാനിരിക്കുന്ന അതിന്റെ ആദ്യ പടിയാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. നിങ്ങളെ കാത്തിരിക്കുന്ന വിശാലമായ ഒരു ലോകമാണ്. ആ ലോകത്തിൽ നിന്നും നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നുവോ, ലോകം നമുക്ക് എന്ത് നൽകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ, അല്ലെങ്കിൽ മറ്റുള്ളവൻ നമുക്ക് എന്ത് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ, ആ ആഗ്രഹം അനുസരിച്ച് മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുക. ലോകം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഓരോ വ്യക്തിയിൽ നിന്നും ലോകം നന്നാകുന്നതിനുള്ള അല്ലെങ്കിൽ ലോകത്തെ നന്നാക്കുന്നതിനുള്ള ഒത്തിരി പ്രവർത്തനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്, അവസരങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ നമ്മള് ബഹുമാനപ്പെട്ട അച്ഛനെയും ബഹുമാനപ്പെട്ട ദിനേശനെയും ഒക്കെ നമ്മള് ഇവിടെ ആദരിച്ചു. ദിനേശൻ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ആളാണ്. പക്ഷെ നമ്മുടെ അച്ഛന് വളരെ ദൂരെ കുമളി ഭാഗത്താണ് അദ്ദേഹം ജനിച്ചു വളർന്നത്. പക്ഷെ ജനിച്ചു വളർന്നത് എവിടെയെന്നല്ല, എവിടെ നമ്മൾ ജീവിക്കുന്നുവോ ആ പരിസരത്ത് ഉള്ള മനുഷ്യനെ മനുഷ്യനായി കാണുകയും അവരെ സ്നേഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ നാട്ടിലുള്ള ആളുകള് അവരെ ആദരിക്കും, അവരെ ബഹുമാനിക്കും എന്നുള്ള കാര്യത്തിൽ, അവരെ സ്നേഹിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ പരിണിത ഫലമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തില് നിൽക്കുന്ന ആളുകൾക്ക്, നിൽക്കുന്ന മനുഷ്യർക്ക് വേണ്ടതായ ജീവിത സാഹചര്യങ്ങളില് അവർക്ക് നന്മ ചെയ്യുക, അവരെ സ്നേഹിക്കുക. അപ്പോൾ ആ സമൂഹവും നമ്മളെ സ്നേഹിക്കാൻ പ്രാപ്തരായി തീരും. ഇന്നിപ്പോ നിങ്ങളുടെ മുന്നിലിരിക്കുമ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന ലോകത്തിലേക്ക് നിങ്ങളുടെ ജീവിത അവസാനം ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് വരുന്ന നേട്ടങ്ങൾക്ക് കാരണം നിങ്ങളുടെ മാതാപിതാക്കള്, നിങ്ങളെ അഭ്യാസം ചെയ്യുന്ന അധ്യാപകര്, സമൂഹത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന അറിവുകള്, ഇതെല്ലാമാണ് നിങ്ങളുടെ ജീവിത വിജയത്തിന്റെ അടിസ്ഥാനം. ജീവിതത്തിൽ വിജയം വരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും തന്നെ. പക്ഷേ ആ ജീവിതത്തിൽ വിജയം വരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് അവരുടെ ജീവിതത്തിൽ പാലിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്. ആദ്യമായിട്ട് നമ്മളെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രമാണം ഞാൻ പറയുന്നത്. നമ്മളെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അടുത്തു നിൽപ്പോർ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർ അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്ത് ആശ്ചര്യം എന്നാണ് ഉള്ളൂര് പാടിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ധാരാളം കുറവുകളുള്ള മനുഷ്യരാണ്. നമ്മുടെ കുറവുകൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ആ കുറവുകൾ പരിഹരിക്കാൻ നമുക്ക് പരിശ്രമിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ആ കുറവുകൾ പരിഹരിച്ച് പരിശ്രമിച്ചെങ്കിൽ മാത്രമേ നമ്മൾ വിജയത്തിൽ എത്തിച്ചേരുകയുള്ളൂ. നമ്മളിൽ എല്ലാവർക്കും കഴിവുകളുണ്ട്. ചിലർ പറയും എനിക്ക് കഴിവില്ല, അവന് കഴിവ് കൂടുതലുണ്ട് എന്ന്. അങ്ങനെയല്ല, എല്ലാവർക്കും കഴിവുകളുണ്ട്. ആ നമ്മളിലുള്ള കഴിവുകൾ എന്താണ് എന്ന് കണ്ടുപിടിച്ച് മനസ്സിലാക്കി അതിനെ വളർത്തിയെടുക്കാനുള്ള പരിശ്രമത്തിലൂടെ മാത്രമേ നമുക്ക് ഉന്നതമായ വിജയത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഒരു വിശ്വാസം സംസാരിച്ചപ്പോൾ സച്ചിൻ തെണ്ടുൽക്കറുടെ കാര്യം പറഞ്ഞു. അദ്ദേഹം നല്ലൊരു ബാറ്റ്സ്മാൻ ബാറ്റ് ചെയ്യാനുള്ള കഴിവാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിനോട് പാട്ട് പാടാൻ പറഞ്ഞാൽ അദ്ദേഹം പാടുകയില്ല, അദ്ദേഹത്തിന് പറ്റുന്നില്ല. പക്ഷെ അദ്ദേഹത്തിനുള്ള കഴിവ് കണ്ടെത്തുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചു, അത് പ്രോത്സാഹിപ്പിക്കുന്നതിന് മറ്റുള്ളവർക്ക് സാധിച്ചു. അതാണ് അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ അടിസ്ഥാന ഘടകം. അപ്പൊ നമ്മളിൽ എന്താണ് കഴിവുള്ളത് എന്ന്, വരയ്ക്കാനുള്ള കഴിവാണോ, പാട്ട് പാടാനുള്ള കഴിവാണോ, ഡാൻസ് ചെയ്യാനുള്ള കഴിവാണോ, കൃഷി ചെയ്യാനുള്ള കഴിവാണോ, അതുപോലെ എന്ത് കഴിവാണ് നമ്മളിൽ അടങ്ങിയിരിക്കുന്നത്, നമ്മൾ ഉൾക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ. അപ്പൊ നമ്മളിലുള്ള കഴിവുകളെ മനസ്സിലാക്കി ആ കഴിവുകളെ വളർത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തി കഴിഞ്ഞാൽ തീർച്ചയായും ഉന്നതങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കും. ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഏതാണ്ട് 73 കാലഘട്ടങ്ങൾക്കാണ് ഞാൻ SSLCക്ക് പഠിക്കുന്നത്. ആ സമയത്ത് 5 കിലോമീറ്റർ നടന്ന് സ്കൂളിലെത്തണം, തിരിച്ച് 5 കിലോമീറ്റർ നടന്ന് വീട്ടിലെത്തണം. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. ഇന്നിപ്പോൾ 250 മീറ്റർ ഉണ്ടെങ്കിലും വണ്ടിക്ക് പോകാനുള്ള സൗകര്യങ്ങളും
ആധുനിക കാലത്തിന്റെ എല്ലാ സൗകര്യങ്ങളും അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നിങ്ങൾ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പഴമയുടെ സൗന്ദര്യവും ആധുനികതയുടെ സൗകര്യവും അനുഭവിക്കുന്നവരാണ് ഞങ്ങള്. അപ്പൊ ഏറ്റവും ഭാഗ്യം ചെയ്ത ഒരു തലമുറയാണ് നമ്മൾ. ഈ തലമുറയുടെ വിജയത്തിനുള്ള ആധാരം എല്ലാം ഒരുക്കി തരുന്നതിനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഇന്നുണ്ട്. ഈ ഭൗതിക സാഹചര്യങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിൽ നിന്നും പരമാവധി അറിവുകൾ ആർജിച്ചുകൊണ്ട് ആ അറിവനുസരിച്ച് ജീവിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അറിവനുസരിച്ച് ജീവിക്കുക, അറിവുണ്ടാക്കുക പരമാവധി സമൂഹത്തിൽ നിന്നും. അബ്ദുൽ കലാം അദ്ദേഹത്തിന്റെ ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്, ഐ ആം നോട്ട് എ സിംഗിൾ മാൻ ബട്ട് ഐ ആം ഇൻ എ മൾട്ടിറ്റ്യൂഡ്. അതായത് നമ്മളായിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? നമ്മളായിട്ട് പുതുതായിട്ട് എന്തെങ്കിലും അറിവ് സമ്പാദിച്ചിട്ടുണ്ടോ? നമ്മൾ സമ്പാദിച്ചിരിക്കുന്ന അറിവുകള് ഈ ലോകത്തിൽ നമ്മുടെ മുൻ തലമുറക്കാര് അവര് പലതരത്തിലും ആർജിച്ചെടുത്തിയ അറിവുകള് അത് സംശീകരിച്ചാണ് ഇന്ന് നമ്മളായി തീർന്നിരിക്കുന്നത്. അങ്ങനെ ആ സമൂഹത്തിൽ നിന്നും അവരെ ആർജിച്ചെടുത്തിയ അറിവുകളാണ് അവരാക്കി മാറ്റിയത്. അങ്ങനെയാണ് ശാസ്ത്രജ്ഞന്മാരും അതുപോലെയുള്ള എഴുത്തുകാരും എന്ന് വേണ്ട സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിൽ എത്തിയിട്ടുള്ളവരെല്ലാം അങ്ങനെയാണ് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് പരമാവധി അറിവുകൾ ആർജിക്കുക, എല്ലാ വിഷയത്തിലും എല്ലാ തലങ്ങളിലുമുള്ള അറിവുകൾ പരമാവധി ആർജിക്കുക, ധാരാളം വായിക്കുക. ആ വായനയിലൂടെയും സമൂഹത്തിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും അറിവുകൾ ആർജിച്ചുകൊണ്ട് ആ അറിവ് നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ആ അറിവനുസരിച്ച് നമ്മൾ ജീവിക്കുക. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു A+ മേടിച്ച് സ്കൂളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഹയർ എഡ്യൂക്കേഷനിൽ നിങ്ങൾ ഉന്നത മാർക്കോടെ വിജയിക്കുക എന്നുള്ളതിൽ കൂടുതൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിനൊരു മാർഗമായി തീരാം. പക്ഷേ ജീവിതത്തിൽ വിജയിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാ അൾട്ടിമേറ്റ് ലക്ഷ്യം. ജീവിതത്തിൽ വിജയിക്കുന്നത് കുറച്ച് സമ്പത്ത് ഉണ്ടാക്കുകയോ കുറച്ച് സൗന്ദര്യം ഉണ്ടാക്കുകയോ ഇതൊന്നും മാത്രമല്ല. ജീവിതത്തിൽ വിജയിക്കുക എന്ന് പറയുന്നത് മനസമാധാനത്തോടെ ജീവിച്ച് കടന്നു പോവുക എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ, അങ്ങനെ ഒരു മനസമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ മറ്റുള്ളവരെ പരിഗണിച്ചുകൊണ്ട്, മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട്, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടവനായിട്ട്, സമൂഹത്തിൽ ജീവിക്കുക, മറ്റുള്ളവരെ പരിഗണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം. ജീവിതത്തിൽ ഒരു A+ വാങ്ങിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ അവസാനം ഘട്ടങ്ങളുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു A+ നേടിയെടുത്തു എന്ന് നമുക്ക് തോന്നണം. മക്കളെ, നിങ്ങളിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് 1:30 മുതൽ അല്ലെങ്കിൽ 2 മുതൽ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവർക്കും മംഗളം നേരുന്നു. അതുപോലെ തന്നെ ഇവിടെ ആദരവേറ്റുവാങ്ങിയ അച്ഛന്, എൻ്റെ പ്രിയ ശിഷ്യനും കൂടിയായ അച്ഛന്, പിന്നെ സന്തോഷ്, നമ്മുടെ രാജു, നിങ്ങളെ ഞാൻ ഒന്നുകൂടി അനുമോദിക്കുന്നു. അതുപോലെ മക്കളെ, ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഇപ്പോഴും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു. ഞാൻ ഊന്നൽ കൊടുത്ത് പഠിപ്പിക്കുന്ന ഒരു കാര്യം, വഴിതെറ്റി പോകുന്നവർ മുഴുവൻ 3 ആളുകളെ ധിക്കരിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ജില്ലാ മെമ്പർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, മാതാപിതാ ഗുരു ദൈവം. എല്ലാവരും വിളിക്കുന്ന ഒരു അദൃശ്യ ശക്തിയാണ് ദൈവം. പക്ഷേ ഈ അദൃശ്യ ശക്തിയെ നമുക്ക് അനുഭവിപ്പിച്ചു തരുന്ന 3 വ്യക്തികളാണ് മാതാപിതാ ഗുരു. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് ഉപദേശിച്ചു കൊടുക്കാറുള്ളതേ ഉള്ളൂ, നിങ്ങൾ കൂടുതലൊന്നും ചെയ്യണ്ട. നിങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും, ഭൗതികമായ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്ന അമ്മയും അച്ഛനുമാണ്. അതോടൊപ്പം തുടർന്ന് ഗുരുവും വരുന്നു. നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്യില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മാത്രം മതി, നിങ്ങൾ ജീവിത വിജയം നേടിയിരിക്കുന്നു. ഉറപ്പാണ് കാര്യം. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ആ കൂട്ടത്തിൽ ഗുരുവിനും അവർ പറഞ്ഞു തന്ന കാര്യങ്ങളും ഇതൊക്കെയാണ് നിങ്ങളുടെ ജീവിതം കരിപ്പിടിക്കുന്നത്. ഇവരെ ധിക്കരിക്കില്ല എന്ന് മാത്രം ചിന്തിച്ചാൽ മതി, വേറെ ഒരു കാര്യവും വേണ്ട. നിങ്ങളോട്ട് മോശമാകുകയില്ല, സമൂഹത്തിന് ദോഷകരമായിട്ട് ഒന്നും ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയാതെ വരും എന്ന് വെച്ചാൽ സമൂഹത്തിന് ഗുണമുള്ളതേ ചെയ്യൂ.
നിങ്ങൾ എല്ലാവരും വിജയിക്കുകയും ചെയ്യും. ആ ഒരൊറ്റ വാക്യം മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. പിന്നെ ഈ പരിപാടി സംഘടിപ്പിച്ച് കഴിഞ്ഞ വർഷം എന്നെ വിളിച്ചിരുന്നു. നന്ദിയുണ്ട്. തന്നെയുമല്ല മക്കളെ, ഈ അനുമോദനം കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും സന്തോഷം ഉണ്ടാവും. ഇല്ല, ആർക്കെങ്കിലും സന്തോഷം കുറവുണ്ടോ? പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് നിങ്ങൾ മുന്നോട്ട് നയിക്കുന്നതിനുള്ള പ്രചോദനമാണ്. നിങ്ങളെ മുന്നോട്ട് കൂടുതൽ വിജയത്തിലേക്ക് എത്തിച്ചേർക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു പ്രചോദനമാണ്. അത് നിങ്ങൾ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുക. ഇനിയും കൂടുതൽ അനുമോദനങ്ങൾ ഏറ്റുവാങ്ങാനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. പിന്നെ അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പ് ഞാൻ കുഞ്ഞുങ്ങളോട് പറയാറുണ്ടായിരുന്നു, മക്കളെ നിങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചാൽ ധാരാളം അവസരങ്ങൾ ഉണ്ടെന്ന്. ഞാൻ അന്ന് പറയാറുള്ള ഒരു കാര്യത്തിൽ ഒരു വാക്കൂടെ ചേർക്കായിരുന്നു, നിങ്ങൾക്ക് ഇവിടെ അവസരം ഇല്ലെങ്കിൽ വിദേശങ്ങളിൽ ധാരാളം അവസരമുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ചുകൂടെ തിരുത്തി പറയുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഭാവി ഉണ്ടാകാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഈ രാജ്യത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് വിശ്വസിച്ച് പഠിച്ചു. എല്ലാവർക്കും നല്ല സുന്ദരമായിട്ട് സമൃദ്ധിയോടെ ജീവിക്കാനുള്ള അവസരം നമ്മുടെ രാജ്യത്ത് നിങ്ങൾ വലുതായി വരുമ്പോൾ ഉണ്ടായിരിക്കും. ആ മാറ്റങ്ങൾ പ്രകടമാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് നന്നായിട്ട് പഠിക്കുക. പക്ഷെ ഒരൊറ്റ കാര്യം, വഴിതെറ്റിപ്പോയാൽ ഇത് ഒരിടത്തും എത്തുകയല്ല കേട്ടോ. അവിടെയാണ് ചിന്തിക്കേണ്ടത്. ഞാൻ ഏത് കാര്യം ചെയ്യുമ്പോഴും എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാർക്കും ഇഷ്ടമുള്ളതാണോ, അവർ പറഞ്ഞതിന് വിരുദ്ധമാണോ ഞാൻ ചെയ്യുന്നതെന്ന് ഒരു നിമിഷം ചിന്തിക്കുക. ഒറ്റ നിമിഷം. ഏത് കൂട്ടുകാരൻ പറഞ്ഞാലും ഞാനത് ചെയ്യണോ എന്ന്, ഏത് കൂട്ടുകാരി നമ്മളെ പ്രലോഭിപ്പിച്ചാലും ഞാനത് ചെയ്താൽ എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ ഗുരുനാഥന്മാര് അല്ലെങ്കിൽ എൻ്റെ ഗുരുക്കള് അവരെന്താണ് പറഞ്ഞത് എന്നൊന്ന് താരതമ്യപ്പെടുത്തുക. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. മക്കളെല്ലാവർക്കും നല്ലത് വരട്ടെ. എത്രയും ബഹുമാന്യനായ ഇന്നത്തെ യോഗാധ്യക്ഷൻ നമ്മുടെ കുട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ KR രാജി, നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ ജില്ലാ മെമ്പർ ശ്രീ ജീരാജ് സാറ്, ഈ യോഗം ഇന്ന് ഇവിടെ സംഘടിപ്പിച്ച ബഹുമാന്യനായ കുട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ്. ഇനിയിപ്പം അടുത്ത സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാന്യനായ ഗുരുവരെ സൈസാറിനെ ക്ഷണിക്കുകയാണ്. സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അതുല്യ സന്തോഷിനെ ക്ഷണിക്കുന്നു. അതുല്യ സന്തോഷ്. ദേവനന്ദൻ ഷിജു സമ്മാനം കൊടുക്കുന്നത് സൈസാറ്, ഏറ്റുവാങ്ങുന്നത് ദേവനന്ദൻ ഷിജു. അൽഫോൻസ സാബു സമ്മാനം കൊടുക്കുന്നത് സൈസാറ്, ഏറ്റുവാങ്ങുന്നത് അൽഫോൻസ സാബു. അടുത്ത സമ്മാനം കൊടുക്കുന്നത് നമ്മുടെ ബഹുമാന്യനായ ഫാദർ കൊടുക്കും. സമ്മാനം ഏറ്റുവാങ്ങുന്നത് അഭിജിത്ത് PR, സമ്മാനം കൊടുക്കുന്നത് ഫാദർ സേവ്യർ മാമൂട്ടി. അടുത്ത സാവിയോ സന്തോഷ് സമ്മാനം കൊടുക്കുന്നത് ഫാദർ സേവ്യർ മാമൂട്ടി. അടുത്ത സമ്മാനം കൊടുക്കുന്നത് SNDPയുടെ പ്രസിഡന്റ് വിശ്വനാഥൻ സാറ്. സമ്മാനം ഏറ്റുവാങ്ങുന്നത് അയോണ ഷിബു. അടുത്ത സമ്മാനം ഏറ്റുവാങ്ങുന്നത് ആൽബിൻ മാത്യു. സമ്മാനം നൽകുന്നത് വിശ്വനാഥൻ സാർ. അടുത്ത സമ്മാനം നൽകുന്നത് ബഹുമാനിയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആൻസി അഗസ്റ്റിൻ. സമ്മാനം ഏറ്റുവാങ്ങുന്നത് മേഘന KM. സമ്മാനം നൽകുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ്. വിസ്മയ വിനീഷ് സമ്മാനം ഏറ്റുവാങ്ങുന്നത് വിസ്മയ വിനീഷ്. സമ്മാനം കൊടുക്കുന്ന പ്രസിഡന്റ് എത്തിയിട്ടില്ലേ. ശിഖ രതീഷ് സമ്മാനം ഏറ്റുവാങ്ങുന്നത് ശിഖ രതീഷ്. സമ്മാനം നൽകുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി. അടുത്ത സമ്മാനം നൽകുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ KR രാജി. സമ്മാനം ഏറ്റുവാങ്ങുന്നത് KS വിനായക്. സമ്മാനം ഏറ്റുവാങ്ങുന്നത് അഭിജിത്ത് സന്തോഷ്. നൽകുന്നത് ശ്രീ KR രാജി. എത്തിയിട്ടില്ലേ. അടുത്ത അഭിനയ സന്തോഷ് സമ്മാനം നൽകുന്നത് ശ്രീ KR രാജി. അടുത്ത സമ്മാനം നൽകുന്നത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ജിജോ കാരക്കാട്.
സമ്മാനം ഏറ്റുവാങ്ങുന്ന അരുണിമ മനോജ്. അടുത്ത സമ്മാനം നൽകുന്നത് ബഹുമാനായ നമ്മുടെ ദിനേശൻ. സമ്മാനം ഏറ്റുവാങ്ങുന്നത് അഗസ്റ്റിൻ ജോയി. അടുത്തത് ദിയാമോൾ ഷിജുവിനുള്ള സമ്മാനം നൽകുന്നത് മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി കുസുമൻ ചേച്ചി, കുസുമൻ മുരളി. അടുത്ത സമ്മാനം ഏറ്റുവാങ്ങുന്ന ആദർശ് എ പി. സമ്മാനം നൽകുന്നത് എൽ ശശി. അടുത്ത സമ്മാനം നൽകുന്നത് അബ്ബാസ്. ഏറ്റുവാങ്ങുന്നത് സഞ്ജു സതീഷ്. സഞ്ജു സതീഷ് ഉണ്ടോ? ആഘോഷ് കെ അഖിലേഷ്. സമ്മാനം നൽകുന്നത് അബ്ബാസ്. അടുത്ത സമ്മാനം ഏറ്റുവാങ്ങുന്നത് ആബിദ് കെ സിയാദ്. ആബിദ് കെ സിയാദ് ഉണ്ടോ? അനഘ ശ്യാം. സമ്മാനം നൽകുന്നത് നമ്മുടെ BICയുടെ പ്രസിഡന്റ് ജോസാണ്. അടുത്തത് SLCയുടെ ബെനറ്റ് ബേബി. സമ്മാനം നൽകുന്നത് രാജു സാറ്. ഐറിൻ ട്രീസ അഭിലാഷ്. സ്കോളർഷിപ്പ് കിട്ടിയ കുട്ടിയാണ് ഐറിൻ ട്രീസ അഭിലാഷ്. സമ്മാനം നൽകുന്നത് നമ്മുടെ ശാന്താബായി മെമ്പർ. ഇത് +2 അണിഞ്ഞെടുത്ത് വിളിക്കുന്നത് നന്ദന സിനു. സമ്മാനം നൽകുന്നത് നമ്മുടെ പ്രിയങ്കരയായ രാജിമോൾ മെമ്പർ. ഇത് ജിതിൻ വർഗീസ്. സമ്മാനം നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മോഹൻ ചേട്ടൻ പുലിയള്ളി.